അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു 10 മിനിറ്റിൽ നമ്മളെ പെരുന്നാൾ വീഡിയോ ഒക്കെ ഒന്ന് ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഇട്ടുകണം. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിനി, ഇന്നലത്തെ എല്ലാം മിഞ്ഞാനത്തെ വീഡിയോയിൽ ഞാൻ ഇനി പെരുന്നാൾ കഴിഞ്ഞിട്ടൊക്കെ വീഡിയോ ഇടുള്ളൂ അജൂലാന്നൊക്കെ. അപ്പോൾ എല്ലാവരും പറഞ്ഞ് വീഡിയോ ഇടണം, പെരുന്നാളിൻ്റെ ഡ്രസ്സൊക്കെ കാണണ്ടേ, വീഡിയോ ഇടണം പറഞ്ഞ്. അപ്പോൾ ഏതായാലും ഞാൻ കുറച്ച് തലേന്ന് കേട്ടോ പിറ്റേന്നത്തെ കാര്യം 10 മിനിറ്റ് കേട്ടോ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഒരു കമൻറ്റൊക്കെ തരാൻ മറക്കരുത്. പിന്നെ നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റും ഷോർട്ടൊക്കെ ഇട്ടീനി, അതിലൊക്കെ ഒരുപാട് കമൻറ്റുകളൊക്കെ വന്നിന് കേട്ടോ, ഒരുപാട് സന്തോഷമായി. അപ്പോൾ എല്ലാ കുറിയും നമ്മൾ ബിരിയാണിയാണ് കേട്ടോ വെക്കൽ. ഇപ്രാവശ്യം നമ്മൾ കുട്ടികളോട് ചോദിച്ചപ്പോൾ കുട്ടികളാണ് എല്ലാ കൊല്ലവും നമ്മൾ പെരുന്നാൾക്ക് ബിരിയാണി അല്ല വെക്കൽ, അതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം ബിരിയാണി വേണ്ട, നമുക്ക് മന്തി ആക്കിയാലോ. എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ, മക്കൾക്കല്ല പെരുന്നാൾ മക്കളെ. അപ്പോൾ പിന്നെ ഒരു പറയണേനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അങ്ങനെ കോഴി വരട്ടും ഇറച്ചി വെച്ചിട്ട് നമുക്ക് ഒരു ബിരിയാണി അല്ല മന്തി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിന് ഇതാക്കണേ, കോഴിയൊക്കെ കൊടുന്നേക്കണേ, പിന്നെ ഇറച്ചി കുറന്നേക്കണേ. അപ്പോൾ ഇറച്ചി മുറിച്ചാണ് പിന്നെ ഇതാക്കണേ, നമുക്ക് കോഴി വരട്ടാനുള്ളതാണ് കേട്ടോ. അതെ, അപ്പോൾ അതൊന്ന് കേക്ക് എടുക്കണം. പിന്നെ ഇറച്ചിയൊക്കെ ഇതാക്കണേ മുറിച്ച് വെച്ചിക്കണേ. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് കേക്ക് ഇട്ട് നമുക്ക് സെറ്റാക്കി വെക്കണം കേട്ടോ. പിന്നെ നമ്മൾ തലേന്ന് തന്നെ എല്ലാതും മുറിച്ചും ഒക്കെ നമ്മൾ വെക്കൂട്ടാം. എന്നാൽ പിന്നെ നേരം വെളുത്താൽ പിന്നെ അതിന് നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ട്. ഇറച്ചിയൊക്കെ കൊടുന്നാൽ എല്ലാവരും അങ്ങനെ തന്നെ ഈ കാരം തലേന്ന് കൊണ്ടുവരും. പിന്നെ ഇറച്ചിയൊക്കെ മുറിച്ചേക്കും, അതേപോലെ മാതിരി ഉള്ളിയും പിന്നെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചേക്കും. നമുക്ക് പെരുന്നാളിൻ്റെ അന്നൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചാൽ പിന്നെ നേരം വെളുത്താൽ എളുപ്പമാണല്ലോ ഉണ്ടാക്കാൻ. അതൊക്കെ ചതച്ച് കണ്ട് നമുക്ക് എന്താട്ടാ പിടിച്ച് കണ്ട് വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ പിന്നെ നമുക്ക് നീച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഏതായാലും എല്ലാവരും കാട്ടുന്ന പോലെ തന്നെ നമ്മളും വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെല്ലുള്ളിയും ഒക്കെ തോല് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എങ്ങനെ ഉണ്ട് ഇനി പെരുന്നാളൊക്കെ? അപ്പോൾ എല്ലാവരും പെരുന്നാൾ ഒക്കെ റാഹത്തായോ? എല്ലാവരും അടിച്ചു പൊളിച്ചോ? അൽഹംദുലില്ലാ നമ്മളതും റാഹത്തായി കഴിഞ്ഞു കേട്ടോ, സൂപ്പറായി. അപ്പം ഇനി അടുത്തെല്ലാം ആരൊക്കെ ഉണ്ടാകുക എന്നൊന്നും പറയാൻ പറ്റൂല. എല്ലാവർക്കും പഠിച്ച തമ്പുരാൻ ആയുസ്സിന് നീട്ടിയിട്ടെ. നമുക്ക് ഇനി പെരുന്നാളും നോലുമ്പൊക്കെ ആഘോഷിക്കാനും നോമ്പൊക്കെ നോൽക്കാനൊക്കെ പഠിച്ചോ നമുക്ക് ആയുസ്സൊക്കെ നീട്ടിയിട്ട് തന്നെ നമുക്ക് ദുആ ചെയ്യാം. അങ്ങനെ നമ്മൾ ഇതാക്കണേ, വല്ലുള്ളി കൂടിയും തോലൊളിച്ചാണ് കേട്ടോ. അപ്പോൾ മന്തി ആയതുകൊണ്ട് തന്നെ കുറച്ച് മതി കേട്ടോ ഉള്ളിയൊക്കെ, അല്ലെങ്കിൽ ബിരിയാണി ആണെങ്കിൽ കുറേ ഉള്ളി വേണം, പിന്നെ ഒക്കെ തക്കാളി വേണം, ഇതൊക്കെ വേണമല്ലോ. ഇതാകുമ്പോൾ കുറച്ച് സാധനങ്ങൾ മതിയേനും എളുപ്പമാണേനും കേട്ടോ. ബിരിയാണീൻ്റെ അത്ര പണിയില്ലല്ലോ മന്തി വെക്കാൻ, എളുപ്പമാണ് മന്തി വെക്കാൻ. ബിരിയാണി ആണെങ്കിൽ കുറേ ഉള്ളി വാട്ടിയിട്ടും ഇതാക്കിയിട്ടൊക്കെ വേണം. പിന്നെ ഉള്ളി വാട്ടണം ഇതൊന്നുമല്ല, ആ ഉള്ളി അരിയലും തക്കാളി അരിയലും മല്ലിച്ചപ്പ് അരിയലും ഒക്കെ പാടൊരു ഉപയോഗിക്കാരം. അപ്പോൾ ഇപ്രാവശ്യം ഏതായാലും നമുക്ക് പെട്ടെന്ന് പണിയെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ വല്ലുള്ളി തോലൊളിച്ചു. ഇന്നതാക്കണേ ഞാൻ ക്യാരറ്റും കൂടി ഒന്ന് തൊലിയൊക്കെ ചിരണ്ടി കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിലവർ ഒക്കെ ഇടും മന്തിക്ക് ക്യാരറ്റ്, അപ്പോൾ ഞങ്ങളും ഇടുന്നുണ്ട് കേട്ടോ ക്യാരറ്റൊക്കെ. അങ്ങനെ അതൊക്കെ ഒന്ന് നമ്മൾ ഒക്കെ തോലൊക്കെ കളഞ്ഞു, ഒക്കെ സെറ്റാക്കി വെച്ചിക്കണം കേട്ടോ. പിന്നെ അതാക്കണേ, നമ്മൾ ക്യാരറ്റ് അരിഞ്ഞു വെച്ചു, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചു, വല്ലുള്ളി അരിഞ്ഞു വെച്ചു. ഇനി നേരാണ് വെളുത്താൽ മതി. നേരം വെളുത്താൽ നമുക്ക് ഇനി ഇതൊക്കെ ഒന്ന് വാട്ടണുള്ളൂ, അത്രയേ ഉള്ളൂ പണി. പിന്നെ തേങ്ങ ചിരണ്ടിയൊക്കെയാണ് കേട്ടോ പായസത്തേക്ക്. പിന്നെ അങ്ങനെ നമ്മൾ ഇതാക്കണേ, ഉള്ളി ഒന്ന് വാട്ടി വെക്കണുണ്ട് കേട്ടോ. നമ്മൾ കോഴിയൊക്കെ വെക്കാൻ ഒക്കെ വാട്ടി സെറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞിട്ട് നമുക്ക് വല്ലുള്ളിയൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി വെക്കാം. ഇഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്താട്ടണം, അതിക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് ഇതൊക്കെ പിന്നെ ഇങ്ങനെ ആക്കി വെച്ചാൽ നമുക്ക് പിറ്റേന്ന് നമുക്ക് അതിക്ക് ഇറച്ചിട്ട് കൊടുത്ത് കാണാണ്ട് വെച്ചാൽ മതിയല്ലോ. അത് കരുതിയിട്ടാണ് നമ്മൾ എല്ലാതും വേഗം പണിയെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ കുട്ടികളൊക്കെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് നമുക്ക് പിന്നെ പണിയൊക്കെ ഒരുങ്ങണമല്ലോ, അത് എഴുതിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു പള്ളിയിൽ നിന്ന് ഇരിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മൾ ഈ അടുക്കളയിൽ ഇങ്ങനെ വട്ടം തിരിയണം. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് ആക്കി വെച്ചാൽ പിന്നെ നമുക്ക് എളുപ്പമാണല്ലോ. പിന്നെ കോഴിയാണ് കേൾക്കാണ്ട് ഇട്ടാൽ മതി, നമുക്ക് അത്രേ പണിയുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ, തക്കാളി വാടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും ഇട്ട് കൊടുത്തു. അങ്ങനെ അതൊക്കെ സെറ്റാക്കിട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് നമ്മൾ മന്തിക്ക് എടുത്തു. പിന്നെ നമ്മളെ മസാല തക്കണം, മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും മല്ലിയും പെരിഞ്ചീരകം ഒക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിക്കണം കേട്ടോ. ഇനി തണുത്തതിന് ശേഷം നമുക്ക് പിടിച്ച് കയറ്റാം. പിന്നെ അതാക്കണം മീനൂട്ടി അയലോക്കത്തെ പെരയിൽ പോയിട്ട് മൈലാഞ്ചൊക്കെ ഇട്ടിക്കണം കേട്ടോ, സൂപ്പറായിട്ട് ഇട്ടിക്കണേ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട്
ഇച്ചും വേണം ഇടാൻ പോവുക. അങ്ങനെ ഓളത്തൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാക്കണം നേരെ 10:30 മണിയായിട്ടാണ്. 10:30ക്കാണ് കേട്ടോ ഞാൻ പിന്നെ മൈലാഞ്ചി ഇടാൻ പോണത്. ഫോണിലൊക്കെ നോക്കിയിട്ട് നമ്മളെ അയലോക്കത്തുള്ള കുട്ടി നമുക്ക് മൈലാഞ്ചി ഇട്ട് തന്നെയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇത്രയും നേരമായില്ല ഇനി കടന്നുറങ്ങിക്കോ, കുട്ടീനെ ഉറക്കിക്കോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞ അല്ലാത്ത ഞങ്ങൾ വന്നോളി കുട്ടീനെ ഉറക്കിക്കണേന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പെരുന്നാളല്ലേ, ഒരു മൈലാഞ്ചി ഇടാൻ ഞാൻ പിന്നെ ഒരു വല്ലാത്തൊരു പൊറുതിയാണല്ലേ. അപ്പോൾ കഴിഞ്ഞ ചെറിയിരുന്നാക്കും ഞമ്മക്ക് ഓളന്നെയാണ് കേട്ടോ ഞമ്മക്ക് മൈലാഞ്ചി ഇട്ടെന്ന്. അപ്പോൾ അതെല്ലാം ചുരുക്കുണ്ട്. നല്ലൊരു കമൻറ്റ് കൂടെ പറഞ്ഞിന് കേട്ടോ. അപ്പോൾ അതാക്കണേ ഇപ്രാവശ്യം ഞാൻ ഓളെ കൊണ്ട് തന്നെ ഇടിപ്പിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അതാക്കണേ നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ ഉള്ളിലൊന്നുമില്ല കേട്ടോ, പുറത്തേ മൈലാഞ്ചി ഇട്ടിട്ടുള്ളൂ. ആരാ ഉള്ളിൽ കാണുന്നത്? പുറത്തല്ല എല്ലാവരും മൈലാഞ്ചി ഇട്ടാൽ കാണുള്ളൂ. നല്ല സൂപ്പറായിട്ട് നഖത്തും ഇട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതാക്കണേ രാവിലെ ആയിട്ട് മക്കളൊക്കെ കുളിപ്പിച്ച് ഒക്കെ അതിന് പള്ളിക്ക് ഇറങ്ങിയേക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. നമ്മളെ പള്ളിക്കന്ന് അങ്ങനെ തെക്കിബീറെല്ലണമൊക്കെ കേക്ക് ഉണ്ടോ നിങ്ങൾ? അപ്പോൾ അങ്ങനെ ഇതാക്കണേ മക്കളൊക്കെ കുളിച്ചൊരുങ്ങി പള്ളിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കണം കേട്ടോ. നമ്മളെ സനൂട്ടനെ തിരഞ്ഞെടുക്കണം ഒരു ചങ്ങായിമാരൊക്കെ വന്നിരിക്കണം കേട്ടോ പോകാൻ. അപ്പോൾ ഇതാക്കണം, ഓനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ റോട്ടിലും. വാ പറഞ്ഞാണ്ട്. അപ്പോൾ ഓന് തിരക്കിട്ട പണിയാണ് കേട്ടോ. സൂസ് കേക്കിയിട്ടും തോത്തിയിട്ടൊന്നുമില്ല. പിന്നെ അപ്പോഴാണ് കേട്ടോ തുറക്കണത്. അപ്പോൾ അങ്ങനെ ഇതാക്കണേ ഓനും പോയിട്ടോ. അങ്ങനെ മക്കളൊക്കെ പള്ളിക്ക് പോയി ഇതാക്കണം. ഓരോരുത്തർ പോകുന്നുണ്ട് കേട്ടോ പള്ളിക്ക്. ഇതിങ്ങനെ കാണുമ്പോൾ രസമാണ് കേട്ടോ പള്ളിക്കൊക്കെ പോണത്, എല്ലാവരും പോണത്. അപ്പോൾ നമ്മളെ പണീൻ്റെ ഇടയിൽ കൂടിയാണ് കേട്ടോ ഞാനിതിങ്ങനെ എടുത്തിരിക്കുന്നത്. കുറേ ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ളൂ. അങ്ങനെ ഇതാക്കണേ നമ്മൾ ചോറ്റിനൊക്കെ വെള്ളം വെച്ചിരിക്കണം കേട്ടോ. വലിയ ചെമ്പട്ടി തന്നെ വെച്ചിരിക്കണം, തിളച്ച് വേകണ്ടേ. പിന്നെ നമ്മൾ മന്തിക്കുള്ള അരിയൊക്കെ ഇതാക്കണേ കേക്ക് വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം. എന്നിട്ട് പിന്നെ കുതിർന്നതിന് ശേഷം നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ മസാല കൂട്ടി വെച്ചിന് നമ്മളെ ഇതുണ്ടല്ലോ കോഴിയൊക്കെ മസാല, അതൊക്കെ ഇനി നമുക്ക് നമ്മളെ കോഴിയൊക്കെ നുള്ളി പൊറുക്കിയിടാം. പിന്നെ ഞങ്ങൾ അങ്ങനെയാണ് കാട്ടിയിട്ടോ മസാലയൊക്കെ കൂട്ടി വെച്ചിട്ട് പിന്നെ നമ്മൾ ഇറച്ചിയൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് വെക്കാം. ഇനി നമുക്ക് വെള്ളം പോരൊന്നും വേണ്ട കേട്ടോ, അതിൽ തന്നെ വെള്ളം പൊടി. അപ്പം ഇനി നമുക്ക് അതാണ്ട് മൂടി വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കാം. അങ്ങനെ ഇതാക്കണേ നമ്മളെ ഇറച്ചിയൊക്കെ ഉണ്ടോ കളകളാ പറഞ്ഞിട്ട് അങ്ങനെ തിളക്കണുണ്ട്. പിന്നെ ഇതാക്കണേ ചോറ്റിനൊക്കെ പിന്നെ വെള്ളം തിളച്ചപ്പോൾ അരി ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ. പിന്നെ ഞാൻ ഒരു കേങ്ങി ഉസാറായിട്ട് കേക്ക് കണ്ടായി ഇട്ട് കൊടുത്തിട്ടോ. അതെന്തിനാ വെച്ചാൽ മയോണൈസ് ഉണ്ടാക്കാനാണ്. അപ്പോൾ നമ്മളെ കോഴി ഉണ്ടല്ലേ നല്ല അടിപൊളിയായിട്ട് വറ്റി വന്നിക്കണം കേട്ടോ. ഇനി അതവിടെ നിൽക്കട്ടെ. പിന്നെ ഇതാക്കണേ മന്തിക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിക്കണം കേട്ടോ. ഇത് നമ്മളെ താത്തിയായിട്ട് ഉണ്ടാക്കിക്കണേ, മൂത്തച്ചി താത്തിയാണ് കേട്ടോ. മന്തിയും പായസമൊക്കെ താത്താൻ്റെ ഭാഗ്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇമ്മാക്കത്തെ മൂത്തച്ചി ഉണ്ടാകുമ്പോൾ നമ്മളേക്ക് കൈയെടുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ താത്തി തന്നെയാണ് കേട്ടോ ബിരിയാണിയും അതേ പറഞ്ഞ മന്തിയും പായസമൊക്കെ ഞാൻ താത്താനെ ഏൽപ്പിച്ചു കേട്ടോ. നിങ്ങൾ വെച്ചോളീ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഇതാക്കണേ ബിരിയാണിയൊക്കെ ദമ്മിട്ടിക്കണം കേട്ടോ. ചോറൊക്കെ ഊറ്റി ദമ്മിട്ട് ഇതാക്കണം. പിന്നെ നമ്മൾ പായസം തന്നെ ഇപ്രാവശ്യം ചെറുപയറാണ് ഉണ്ടാക്കിക്കണം കേട്ടോ. എല്ലാ കൊല്ലം നമ്മൾ സേമിയാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഇപ്രാവശ്യം കുട്ടികളാണ് ചെറുപയർ മതി. അപ്പോൾ ചെറുപയറുണ്ടാക്കി. ഇന്നതാക്കണേ നമ്മളെ മിന്നുട്ടി മിന്നുട്ടിൻ്റെയൊക്കെ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അതേ പറഞ്ഞ മാതിരി നമ്മൾ കുളിച്ചിട്ട് ഇട്ടതാണ് കേട്ടോ. ഇത് മാക്സി തുണി ഇനി അതുകൊണ്ട് ഞാൻ ചുരിദാറാക്കിയാണ് കേട്ടോ. അപ്പോൾ നാളെ ചെറിയൊരുനാൾക്ക് ഇത്താക്ക് 2 കുട്ടികൾക്ക് 1 അതെന്താ അങ്ങനെ ചോദിച്ചിനി. അപ്പോൾ ഞങ്ങളവിടെ എങ്ങനെയാണെന്നറിയോ, നമ്മൾ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ മാക്സി ഇടും എല്ലാവരും. എന്നിട്ട് പിന്നെ പോകാൻ നേരത്താണ് ചുരിദാർ ഇടുക. പിന്നെ ഞങ്ങളെല്ലാവരും ചോറൊക്കെ വെച്ച് പിന്നെ മക്കൾക്കൊക്കെ പെരുന്നാൾ പൈസ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ എല്ലാവർക്കും പൈസയൊക്കെ കൊടുത്ത് പിന്നെ ഞങ്ങൾ ഓരോ ഫോട്ടോ ഒക്കെ എടുക്കട്ടെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ വലിയ കുട്ടിക്ക് ഫോട്ടോത്തിൽ വെക്കാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ അവന് കടയിൽ നിന്ന് ഭയങ്കര തിരക്കുമായിനി. അപ്പോൾ വന്നുകൊണ്ട് അങ്ങനെ കണ്ടിട്ട് ഉറങ്ങിക്കാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അവനെ ഫോട്ടോ എടുക്കാനൊന്നും വിളിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെ ചോറയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് അയലോക്കത്ത് കൂടെയൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെ 2ാമത്തെ മൂത്തച്ഛൻ്റെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓലവരിക്ക് പോകുകയാണേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടാളും അപ്പോൾ ഞങ്ങൾ വലിയ മൂത്തച്ഛൻ്റെയും ഞങ്ങളത് ഒരു തുടിയിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും അങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ കുറച്ച് പായസം കുടിച്ച് സേമിയനെ കേട്ടോ. പിന്നെ ബിരിയാണി ഉണ്ടായിനി, ഇറച്ചി വരട്ടുണ്ടായിനി. അത് ഞാൻ എടുക്കാൻ മറന്നു കേട്ടോ. ചോറ് പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചത്. ഇതാണ് നമ്മളെ പെരുന്നാൾ ഡ്രസ്സ്. എങ്ങനെ ഉണ്ട്? സൂപ്പറായോ? ഇഷ്ടമായോ? നിങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. നമ്മളൊരു ചങ്ങാഴ്ച ഇട്ടീന് കേട്ടോ. അതേമാതിരിക്കത്തെ കളറിലെ ചുരിദാർ കണ്ടപ്പോൾ തുടങ്ങിന് കേട്ടോ. ഇങ്ങനത്തെ ഒരു കളർ കിട്ടിയെങ്കിൽ എന്ന് മനസ്സിലാഗ്രഹിച്ചിട്ട്. അപ്പോൾ ഞാൻ തുണിസാപ്പ് ചെന്നപ്പോൾ തന്നെ ചാദ്യം നനഞ്ഞ കണ്ടപ്പെട്ട ഈ ചുരിദാറാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ കുറേ ചുരിദാറൊക്കെ പിന്നെ നോക്കി, പക്ഷേങ്കിൽ പിന്നെ കണ്ണായി മക്ക തന്നെ കേട്ടോ. അപ്പോൾ ആ തുണിസാപ്പത്തെ ആ ചങ്ങായി പറഞ്ഞേ ഇനി അതന്നെ എടുക്കുള്ളൂ എന്ന് പറഞ്ഞേ. അതേപോലെ തന്നെ അത് എടുത്തിട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുടിക്ക് പോകുന്നു കേട്ടോ. അങ്ങനെ അതാക്കണേ നമ്മളെ പെരയിലെത്തിക്കണേ. ഇനി ഇൻഷാ അല്ലാഹ് പെരയിലത്തെ വീഡിയോസായിട്ട് ഇനി നാളെ വരാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ.
ഇൻഷാ അല്ലാ നാളെ വരണ്ട്. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും. അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.